നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. എല്ലാ കാലത്തും അങ്ങനെ രാജാവിനെ പോലെ ജീവിക്കാമെന്നൊന്നും കരുതരുത്. പ്രത്യേകിച്ച് അധികാരത്തിമിർപ്പിൽ എവിടെ ചെന്ന് ഗണേശൻ ഷോ അവതരിപ്പിച്ചാലും ഇതാണല്ലോ ഗതി. മന്ത്രിയായിരുന്ന KB ഗണേഷ് കുമാർ ഇപ്പോൾ മന്ത്രി പോയിട്ട് MLA പോലുമല്ല. ഗണേഷ് കുമാർ മന്ത്രിയായിരുന്ന കാലത്ത് നടത്തിയ അഴിമതിയെക്കുറിച്ച് ഇവിടെ ചാനലുകളൊക്കെ തെളിവുകൾ നിരത്തുന്നു. മറുവശത്ത് സ്വന്തം തട്ടകമായ പത്തനാപുരം താലൂക്ക് യൂണിയനിൽ നിന്ന് ഗണേഷ് കുമാർ തെറിച്ചു. അത് പത്മ കഫേ അഴിമതി ആരോപണത്തിൽപ്പെട്ട്. ഏതാനും വർഷങ്ങൾക്ക് മുൻപ് പെരുന്നയിലെ NSS ആസ്ഥാനത്ത് നൂഴുത്തു കയറിയിരുന്നു KB ഗണേഷ് കുമാർ. പിന്നീട് സുകുമാരൻ നായരുടെ ചെവി കടിച്ച് സുകുമാരൻ നായരുടെ പ്രിയ ശിഷ്യനായി. കാലം കുറെ കഴിഞ്ഞപ്പോൾ ഗണേഷ് കുമാറിൻ്റെ തനിനിറം സുകുമാരൻ നായർക്ക് മനസ്സിലായി. വ്യക്തിപരമായ ചില ദ്രോഹങ്ങളും സുകുമാരൻ നായരോട് ഗണേഷ് കുമാർ ചെയ്തിരുന്നു. മന്ത്രിയായിരുന്ന ഗണേഷ് കുമാറിനെ അങ്ങനെ പിണക്കാൻ സുകുമാരൻ നായർക്ക് കഴിഞ്ഞില്ല. എങ്കിലും പത്തനാപുരം താലൂക്ക് യൂണിയൻ ഇടഞ്ഞതോടെ ഗണേഷ് കുമാറിന് അടപടലം തെറ്റി. പിന്നീട് സുകുമാരൻ നായർ കരുതലോടെ കരുക്കൾ നീക്കി. എല്ലാറ്റിനും ഒടുവിലിതാ ഇപ്പോൾ NSSൽ നിന്ന് തന്നെ പുറത്താക്കപ്പെട്ടിരിക്കുന്നു. NSSൻ്റെ ജനറൽ സെക്രട്ടറിയായി വീണ്ടും G സുകുമാരൻ നായരെ തന്നെ തെരഞ്ഞെടുത്തു. മുൻ മന്ത്രി KB ഗണേഷ് കുമാറിൻ്റെ NSS ഡയറക്ടർ ബോർഡ് അംഗത്വം പുതുക്കിയില്ല. ബോർഡിൽ ഗണേഷിൻ്റെ കാലാവധി അവസാനിച്ചിരുന്നു. പത്തനാപുരത്തെ NSS താലൂക്ക് യൂണിയൻ്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് നേതൃത്വവുമായി തികഞ്ഞ അകൽച്ചയിലായിരുന്നു ഗണേഷ് കുമാർ. പത്തനാപുരം താലൂക്ക് യൂണിയൻ പ്രശ്നം മാത്രമല്ല, സുകുമാരൻ നായരും ഗണേഷ് കുമാറും തമ്മിൽ വ്യക്തിപരമായ ചില പ്രശ്നങ്ങളും. അവയുടെ യഥാർത്ഥ കാരണങ്ങൾ ഇരുകൂട്ടരും പുറത്തേക്ക് മിണ്ടുന്നില്ല. ഗണേഷിൻ്റെ കാലാവധി തീർന്നതുകൊണ്ടാണ് വീണ്ടും ഡയറക്ടർ ബോർഡിലേക്ക് എടുക്കാത്തത് എന്ന് സുകുമാരൻ നായർ വിശദീകരിച്ചു. അല്ലാതെ പുറത്താക്കിയതല്ല. വർഷങ്ങളായി ബോർഡിൽ സ്ഥാനം കിട്ടാത്തവരുണ്ട്. അവർക്കൊക്കെ സ്ഥാനം കൊടുക്കണം. ഓരോരുത്തരുടെയും പ്രവർത്തനമനുസരിച്ചാണ് അവരെ മാറ്റുന്നതും നിയമിക്കുന്നതും. പരാതിയുണ്ടെങ്കിൽ ഗണേഷ് കുമാറിന് കേസ് കൊടുക്കാം എന്നാണ് സുകുമാരൻ നായർ പറഞ്ഞത്. NSS ഡയറക്ടർ ബോർഡിൽ നിന്ന് പുറത്തായതിന് തൊട്ടു പിന്നാലെ വികാരം കൊണ്ട് മാധ്യമപ്രവർത്തകരോട് ഗണേഷ് കുമാർ ചിലതൊക്കെ വിളിച്ചു പറഞ്ഞു. മരിക്കുന്നതുവരെ ഒരു സ്ഥാനത്തിരിക്കുന്നയാളല്ല താൻ. അംഗത്വം പുതുക്കാത്തതിൽ പ്രശ്നമില്ല. പക്ഷേ NSSൽ ജനാധിപത്യമില്ല എന്നാണ് ഗണേഷ് കുമാർ ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. താൻ സ്ഥാനത്തിനു വേണ്ടി അല്ലത്രേ NSSൽ വന്നത്. ജനറൽ സെക്രട്ടറിയെ പിന്തുണയ്ക്കുന്നയാളാണ് താൻ. ജനറൽ സെക്രട്ടറി വിമർശിക്കില്ല എന്നൊക്കെ ഗണേഷ് കുമാർ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. പത്തനാപുരം NSSൽ നടന്നത് ശരിയല്ല. അക്കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസമുണ്ട് എന്ന് തുറന്നടിച്ചു. അതൊക്കെ നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട്. NSSനെ സംബന്ധിച്ച് തീരുമാനമെടുക്കാൻ ജനറൽ സെക്രട്ടറിക്ക് അധികാരമുണ്ടെന്നും ഗണേഷ്. എന്നാൽ ഗണേഷിൻ്റെ വേല കയ്യിലിരിക്കട്ടെ എന്നാണ് സുകുമാരൻ നായർ പ്രതികരിച്ചത്. NSS ജനറൽ സെക്രട്ടറിയെ അവൻ തള്ളിപ്പറയില്ല. അഥവാ തള്ളിപ്പറഞ്ഞാൽ അവൻ്റെ അഡ്രസ്സ് കാണില്ല. മാറ്റേണ്ടവരെ മാറ്റും. പരാതിയുണ്ടെങ്കിൽ കൊണ്ടുപോയി കേസ് കൊടുക്കട്ടെ. NSSലെ ജനാധിപത്യം ചോദ്യം ചെയ്ത ഗണേഷ് കുമാറിൻ്റെ മുഖമടച്ചുള്ള മറുപടിയാണ് സുകുമാരൻ നായർ നൽകിയത്. NSS ജനറൽ സെക്രട്ടറിയെ ആർക്കും തള്ളിപ്പറയാൻ കഴിയില്ല എന്ന് സുകുമാരൻ നായർ തീർത്തു പറഞ്ഞു. അഥവാ ഒരുത്തനെങ്കിലും തള്ളിപ്പറഞ്ഞാൽ അവൻ്റെ അഡ്രസ്സ് കാണില്ല. ഗണേഷ് കുമാറിനെ NSS ഡയറക്ടർ ബോർഡ് സ്ഥാനത്ത് നിന്ന് മാറ്റിയത് മാത്രമല്ല, NSSൽ ഇപ്പോൾ അഡ്രസ്സ് പോലുമില്ല ഗണേശന്. ഒരു കാലത്ത് ബാലകൃഷ്ണപിള്ളയൊക്കെ ആയിരുന്നു NSSൻ്റെ ഏറ്റവും പ്രധാന ആളുകൾ. അക്കാര്യം ഇന്ന് മാധ്യമപ്രവർത്തകരോട് ഗണേശൻ ഓർമ്മിപ്പിക്കുകയും ചെയ്തു. 64 വർഷം NSSൽ മുഖ്യ ആളായി ഇരുന്നയാളാണ് തൻ്റെ പിതാവ്. ഇക്കാലം അത്രയും പത്തനാപുരം താലൂക്ക് യൂണിയൻ അദ്ദേഹത്തിന് കീഴിലായിരുന്നു. NSSൽ ജനാധിപത്യമുണ്ടോ എന്ന ഗണേഷ് കുമാറിൻ്റെ ചോദ്യത്തോട് സുകുമാരൻ നായർ രൂക്ഷമായി പ്രതികരിച്ചു. ഗണേശൻ ഇനി പെരുന്നയിലേക്ക് കയറാൻ നോക്കണ്ട. NSS നേതൃത്വം ഇപ്പോൾ ഗണേശനോട് പൂർണ്ണമായും ഇടഞ്ഞു നിൽക്കുന്നു. പണ്ടൊക്കെ തന്ത്രത്തിൽ ചില അംഗങ്ങളെ തൻ്റെ പാട്ടിലാക്കി ഗണേഷ് കുമാർ കരുക്കൾ നീക്കിയിരുന്നു. ഇടക്കാലത്ത് സുകുമാരൻ നായരുടെ ചെവി കടിച്ചു പറിച്ച് സുകുമാരൻ നായരെ പാട്ടിലാക്കി. കടുത്ത നിലപാടെടുത്ത് ഗണേഷ് കുമാറിനെ പെരുന്നയ്ക്ക് പുറത്തു നിർത്താൻ നേരത്തെ തന്നെ സുകുമാരൻ നായർ തീരുമാനമെടുത്തിരുന്നു. ഈ അടുത്ത കാലത്ത് അദ്ദേഹത്തെ കണ്ട് സംസാരിച്ചവരോട് ഗണേഷിനെ താൻ ചുരുട്ടിക്കൂട്ടുമെന്ന് സുകുമാരൻ നായർ തന്നെ നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു. ഒരു വശത്ത് നിയമസഭ മത്സരത്തിലെ കനത്ത പരാജയം, മറുവശത്ത് സ്വന്തം താലൂക്ക് യൂണിയൻ പോലും വലിച്ചെറിഞ്ഞ കാഴ്ച. ഇപ്പോഴിതാ NSSൽ നിന്ന് പുറത്ത്. ഗണേഷ് കുമാറിൻ്റെ ഇപ്പോഴത്തെ ഭാര്യ ഗണേഷിനെതിരെ രൂക്ഷ വിമർശനങ്ങൾ തെരഞ്ഞെടുപ്പ് കാലത്ത് ഉയർത്തിയിരുന്നു. പിന്നീട് അവരുമായി ഒരുവിധമാണ് ഒരു സെറ്റിൽമെൻ്റ് ഉണ്ടാക്കിയത്. ഇപ്പോൾ ഗൾഫിലുള്ള ആ ഭാര്യയുമായി ഗണേഷ് കുമാർ അവിടെയെത്തി ചില നീക്കുപോക്കുകൾക്ക് ശ്രമിച്ചിരുന്നു. സർവത്ര ഗണേശനെ വരിഞ്ഞു മുറുക്കുന്ന സമ്മർദ്ദമാണ് ചുറ്റും. എല്ലാം കയ്യിലിരിപ്പിൻ്റെ ഭാഗമെന്നാണ് ഗണേശൻ്റെ ശത്രുക്കൾ പറയുന്നത്.
ഗണേശന്റെ ഒരു സഹോദരി തിരുവനന്തപുരത്തുണ്ട്. അവരെ മുച്ചൂടും പറ്റിച്ച് വഴിയാധാരമാക്കി ഗണേഷ് കുമാർ. ശ്രീവിദ്യയുമായി ബന്ധപ്പെട്ട ചില വിവാദങ്ങൾ ഇപ്പോഴും പുകയുന്നു. ചെയ്തു കൂട്ടിയതിനൊക്കെ ട്രോഫി വാങ്ങിയല്ലേ പോകാൻ കഴിയൂ? ഇതൊക്കെ ഗണേഷ് കുമാർ നേരത്തെ ഒന്ന് ചിന്തിക്കണമായിരുന്നു. സുകുമാരൻ നായരെ ഒപ്പം നിർത്തി NSSനെ അടപടലം തൻ്റെ കക്ഷത്തിലാക്കാം എന്നാണ് ഗണേഷ് കുമാർ ഇടയ്ക്കൊന്ന് കരുതിയത്. ചില സമ്മർദ്ദതന്ത്രങ്ങൾ നടത്തി സുകുമാരൻ നായരെ വിരട്ടാനുള്ള നീക്കം അത് അടപടലം പാളി. പ്രത്യേകിച്ച് ഗണേശൻ മന്ത്രിയായിരുന്നപ്പോൾ. NSS ഡയറക്ടർ ബോർഡിലെ 9 അംഗങ്ങളുടെ കാലാവധിയാണ് അടുത്തിടെ അവസാനിച്ചത്. ഇതിൽ ഗണേഷ് കുമാർ ഒഴികെ ബാക്കി 8 പേർക്കും ഡയറക്ടർ ബോർഡ് അംഗത്വം പുതുക്കി നൽകി. ഗണേശനെ മാത്രം വെട്ടിക്കൂട്ടിയെറിഞ്ഞു. ഗണേശന് പകരം ഇപ്പോൾ BRK ബാബുവിനെയാണ് പുതിയ ഡയറക്ടർ ബോർഡ് അംഗമായി സൊസൈറ്റി തെരഞ്ഞെടുത്തിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് എന്നൊന്നും പറയാനില്ല. സുകുമാരൻ നായർ നിശ്ചയിക്കും, അതങ്ങ് അംഗീകരിക്കും. നേരത്തെ പത്തനാപുരം NSS താലൂക്ക് യൂണിയനിൽ നിന്ന് ഗണേഷ് കുമാർ പുറത്തായിരുന്നു. ഇതിന് തൊട്ടു പിന്നാലെ ഇപ്പോൾ സംഘടനയുടെ ഏറ്റവും ഉയർന്ന നയരൂപീകരണ സമിതിയായ ഡയറക്ടർ ബോർഡിൽ നിന്നും തെറിച്ചു. സുകുമാരൻ നായരുടെ കുടുംബത്തിനും ഇപ്പോൾ ഗണേഷ് കുമാറിനോട് വലിയ താല്പര്യമില്ല. ഗണേഷ് കുമാറിൻ്റെ കയ്യിലിരിപ്പൊക്കെ അവർക്ക് വ്യക്തമായി മനസ്സിലായി. പത്തനാപുരം താലൂക്ക് യൂണിയനുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ആരോപണങ്ങളാണ് ഇത്രയധികം തകർച്ചയ്ക്കുള്ള കാരണം. താലൂക്ക് യൂണിയന്റെ കീഴിലുള്ള പത്മ കഫേ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഉയർന്ന ഗുരുതര അഴിമതി ആരോപണങ്ങൾ. ഈ അഴിമതിയിൽ പ്രതിഷേധിച്ച് നേരത്തെ താലൂക്ക് യൂണിയനിലെ പകുതിയിലധികം അംഗങ്ങൾ ഒന്നിച്ച് രാജിവെച്ചു. എന്നാൽ ഭരണസമിതിയിലുള്ള തങ്കപ്പൻ പിള്ളയെ ഗുണ്ടകളെ ഉപയോഗിച്ച് വിരട്ടാനുള്ള ശ്രമം ഗണേശൻ നടത്തി. തങ്കപ്പൻ പിള്ളയുണ്ടോ വിടുന്നു. പഴയ പല രഹസ്യങ്ങളും തങ്കപ്പൻ പിള്ളയുടെ കയ്യിലുണ്ട്. ഒരു വശത്ത് ഭരണസ്തംഭനം, മറുവശത്ത് ആഭ്യന്തര കലഹം. അടിമുടി തകരാറിലായി പത്തനാപുരം താലൂക്ക് യൂണിയൻ. ഒടുവിൽ പെരുന്നയിലെ നേതൃത്വം ഔദ്യോഗികമായി തന്നെ പത്തനാപുരം താലൂക്ക് യൂണിയനെ അങ്ങ് പിരിച്ചുവിട്ടു. സ്വന്തം തട്ടകത്തിലെ താലൂക്ക് യൂണിയൻ കൈവിട്ടതോടെ ഗണേശനും അടപടലം വെട്ടിലായി. പിന്നാലെ സ്വന്തം സമുദായ സംഘടനയും ഇപ്പോൾ പടിയിറക്കി വിട്ടിരിക്കുന്നു. സംഘടനയ്ക്കുള്ളിൽ അച്ചടക്ക ലംഘനം ഒരു തരത്തിലും വെച്ചു പൊറുപ്പിക്കില്ല എന്ന് സുകുമാരൻ നായർ ഉറപ്പിച്ചു പറയുന്നു. അഴിമതി ആരോപണങ്ങൾ മാത്രമല്ല, സുകുമാരൻ നായർക്ക് ഗണേഷ് കുമാറിനോട് വ്യക്തിപരമായ ചില വൈരാഗ്യങ്ങൾ കൂടിയുണ്ട്. NSS നേതൃത്വത്തിന്റെ കർശന നിലപാടുകൾക്കെതിരെ അടുത്ത കാലത്ത് പല പൊതുവേദികളിലും മാധ്യമങ്ങൾക്ക് മുന്നിലും ഗണേഷ് കുമാർ ചില വിമർശനങ്ങൾ ഉയർത്തിയിരുന്നു. അന്നേ സുകുമാരൻ നായർ നിശ്ചയിച്ചു, ഇവൻ പടിക്കു പുറത്ത്. ഇനി NSSന്റെ പേര് പറഞ്ഞ് ഗണേഷ് കുമാർ നിരങ്ങരുത് എന്ന സന്ദേശമാണ് പെരുന്നയിൽ നിന്ന് വരുന്നത്. ഇത്തരം രാഷ്ട്രീയ സാമൂഹിക ഇടപെടലുകൾക്ക് ഇനി NSSന്റെ പേര് ഉപയോഗിക്കരുത്. സുകുമാരൻ നായർ ഒന്ന് നിശ്ചയിച്ചാൽ അത് നടപ്പിലാക്കുക തന്നെ ചെയ്യും. അതിന് മുൻ മന്ത്രിയെന്നോ മറ്റു പദവിയുള്ള വ്യക്തിയെന്നോ എന്നൊന്നും മാനദണ്ഡമില്ല. തനിക്കെതിരെ നടപടിയെടുത്താൽ സുകുമാരൻ നായർക്ക് പണി കൊടുക്കുമെന്ന് ചില കേന്ദ്രങ്ങളിലൊക്കെ ഗണേഷ് കുമാർ പറഞ്ഞു നടന്നിരുന്നു. അതൊക്കെ വർക്കൗട്ടാകുമോ എന്ന് കാത്തിരുന്ന് കാണാം. ഗണേഷ് കുമാറിനെ യൂണിയനിൽ കയറ്റരുത്, അവനിത് നശിപ്പിച്ചേ പോകൂ എന്ന് ജീവിച്ചിരുന്നപ്പോൾ ഗണേഷിൻ്റെ അച്ഛനും 5 പതിറ്റാണ്ടിലധികം പത്തനാപുരം താലൂക്ക് NSS യൂണിയൻ്റെ പ്രസിഡന്റുമായിരുന്ന മുൻമന്ത്രി R ബാലകൃഷ്ണപിള്ള തന്നോട് പറഞ്ഞിരുന്നുവെന്നാണ് താൽക്കാലിക സമിതി ചെയർമാനായിരുന്ന കരിക്കത്തിൽ K തങ്കപ്പൻപിള്ള മാധ്യമപ്രവർത്തകരോട് ഒരിക്കൽ പറഞ്ഞത്. ബാലകൃഷ്ണപിള്ളയുടെ പ്രവചനം കൃത്യമാണെന്നിപ്പോൾ മനസ്സിലായി. യൂണിയൻ സമിതി അംഗങ്ങൾക്കൊക്കെ ഗണേഷ് കുമാറിന്റെ തനിനിറം പിടികിട്ടി. ഗണേഷ് കുമാർ യൂണിയൻ കമ്മിറ്റി യോഗത്തിൽ വളരെ മോശമായി പെരുമാറി എന്നും തെരഞ്ഞെടുപ്പിന് മുൻപ് തങ്കപ്പൻപിള്ള ആരോപിച്ചിരുന്നു. അന്ന് യോഗത്തിൽ വളരെ വൈകിയാണ് ഗണേശൻ എത്തിയത്. എന്നിട്ട് സെക്രട്ടറിക്ക് നേരെ വളരെ മോശമായ ഭാഷയിൽ സംസാരിച്ചു. ഇതിൽ പ്രതിഷേധിച്ചാണ് 19 അംഗ ഭരണസമിതിയിലെ 11 പേരും അന്ന് തന്നെ രാജിവെച്ചത്. അവർ ഒരുമിച്ച് നേരെ പെരുന്നയിലെത്തി സുകുമാരൻ നായരെ കണ്ട് ഇയാളെ ചുമക്കാൻ പറ്റില്ല എന്ന് പച്ചയ്ക്കങ്ങ് പറഞ്ഞു. അഹങ്കാരം അത് അനുവദിക്കാൻ കഴിയില്ല. സുകുമാരൻ നായരെ നമ്മൾ പലപ്പോഴും വിമർശിക്കാറുണ്ട്. എന്നാൽ സുകുമാരൻ നായരെ ചുരുട്ടിക്കൂട്ടാൻ ചെന്ന ഗണേഷ് കുമാറിൻ്റെ അവസ്ഥ കണ്ടാൽ ഇപ്പോൾ ദയനീയത തോന്നും. പത്തനാപുരം താലൂക്ക് യൂണിയനിൽ ഉണ്ടായ വിവാദം, പിന്നീട് സംഘർഷത്തിലെത്തിയ ഒട്ടനവധി സംഭവങ്ങൾ, ഒടുവിൽ കരയോഗം രജിസ്ട്രാർ ശശിധരൻ നായർ ഭരണസമിതി അങ്ങ് പിരിച്ചുവിട്ടു. ഭൂരിപക്ഷം നഷ്ടപ്പെട്ട പശ്ചാത്തലത്തിൽ ഒരു താൽക്കാലിക സമിതിക്ക് ഭരണ ചുമതല നൽകി. അങ്ങനെയാണ് തങ്കപ്പൻപിള്ള വീണ്ടും കളത്തിലിറങ്ങിയത്. R ബാലകൃഷ്ണപിള്ളയുടെ മകനാണ് താൻ എന്ന് എല്ലാവരും ഓർക്കണമെന്നാണ് ഇപ്പോൾ ഗണേശൻ പറയുന്നത്. ഇത് മാധ്യമപ്രവർത്തകരോട് പ്രതികരിക്കുകയായിരുന്നു KB ഗണേഷ് കുമാർ. കഥയൊക്കെ തനിക്കറിയാം എന്ന് സുകുമാരൻ നായർ പറയുന്നു. ഗണേശൻ കൂടുതൽ വിളമ്പണ്ട. എന്തായാലും ഗണേഷ് കുമാറിന് തിരിച്ചടികളുടെ കാലമാണിപ്പോൾ. നിയമസഭയിലില്ല, മറുവശത്ത് NSSൽ പോലുമില്ല. ഇനി വല്ല അഭിനയവുമൊക്കെയായി ഇങ്ങനെ കറങ്ങി നടക്കാം. മറുവശത്ത് കുടുംബത്തിൽ പോലും മൂത്ത പ്രശ്നങ്ങൾ. കാത്തിരുന്ന് കാണാം. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.